തിരുവനന്തപുരം വഞ്ചൂരിൽ വനിതാ അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബേലിൻ ദാസ് പിടിയിൽ. തുമ്പ സ്റ്റേഷൻ കടവിൽ വെച്ച് കാർ വളഞ്ഞാണ് പോലീസ് ബേലിൻ ദാസിനെ പിടികൂടിയത്. കോടതി തീരുമാനിക്കട്ടല്ല. കോടതിയുടെ പരിധിയിലുള്ളൊരു കാര്യമല്ലേ, കോടതി തീരുമാനിക്കട്ടല്ല. ഞാനെല്ലാം കോടതിയോട് പറയാം. വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, 2 ദിവസത്തിന് ശേഷം അങ്ങനെ ബേലിൻ ദാസ് ഒളിവിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. പോലീസ് പിടിയിലായിരിക്കുന്നു. എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത്? പൂജ, അത് തന്നെയാണ് 2 ദിവസമായി എന്തുകൊണ്ട് ബേലിൻ ദാസിനെ പിടികൂടുന്നില്ല എന്നുള്ള ചോദ്യമാണ് എല്ലാവരും പല കോണിൽ നിന്ന് ഉന്നയിച്ചത്. എന്തായാലും ഇന്ന് 8 മണിയോടുകൂടി ബേലിൻ ദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ദൃശ്യങ്ങൾ കാണുന്ന ഓൾട്ടോ കാർ, ഈ കാറിൽ രാവിലെ ഈ നഗരപ്രദേശങ്ങളിൽ, ഈ നഗരത്തിലൂടെ ബേലിൻ ദാസ് പോകുന്നുണ്ടായിരുന്നുള്ള വിവരമാണ് പോലീസിന് ആദ്യം ലഭിക്കുന്നത്. കാരണം ഈ ഫോൺ മുഖാന്തരം, ഈ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം അതിൽ എവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഈ കാറുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കാറിൽ നഗരത്തിലൂടെ സഞ്ചരിച്ചു വിവരം ലഭിക്കുന്നത്. അതിനുശേഷമാണ് പോലീസ് അന്വേഷണത്തിനൊടുവിൽ ഏതാണ്ട് 7 മണിക്ക് ശേഷം പിടികൂടിയ ശേഷം നേരെ വഞ്ചിയൂർ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവന്നത്. DCP ഉൾപ്പെടെയുള്ളവർ ഉള്ളിലുണ്ട്. ഏതാണ്ട് ഒരു അരമണിക്കൂറിലധികമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ സ്റ്റേഷനിലേക്ക് പോകും വഴി ബേലിൻ ദാസ് പ്രതികരിക്കുകയും ചെയ്തു. അതായത് കോടതിക്ക് മുന്നിലുള്ള വിഷയമാണ്, അതുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല, കോടതിയിൽ കാര്യങ്ങൾ അറിയിക്കാം എന്ന തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും അരമണിക്കൂറിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യൽ നീളുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശേഷം വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും 2 ദിവസവുമായി ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചോദ്യങ്ങളായി നിലനിൽക്കുകയായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിരിക്കുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ് പോലീസ് ഇന്ന് രാത്രി ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ബേലിൻ ദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ വഞ്ചിയൂർ സ്റ്റേഷനിൽ DCP. രാഹുൽ, ഈ തുമ്പ സ്റ്റേഷൻ കടവിൽ വെച്ച് കാർ വളഞ്ഞാണല്ലോ പിടികൂടുന്നത്. അതായത് ഈ തുമ്പ എന്ന് പറയുമ്പോഴും ഒരുപാട് ദൂരെയല്ലാത്ത സ്ഥലമാണ്. ഒരുപക്ഷെ കൃത്യമായുള്ള അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ 2 ദിവസത്തെ പോലും താമസം വേണ്ടിയിരുന്നില്ല പോലീസിന്. ഇതിപ്പോൾ ഇയാളെക്കുറിച്ചുള്ള വിവരം എങ്ങനെയാണ്? തുമ്പ പോലീസാണല്ലേ പിടികൂടുന്നത്. കൃത്യമായിട്ട് ഇയാളെ ആരെങ്കിലും ഒക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നോ? ഇയാൾ എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന്റെ അടുത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ? പൂജ, അതായത് ഒരു സുഹൃത്തിൻ്റെ കാറിൽ ഇത്തരത്തിൽ നഗരത്തിലൂടെ ഇദ്ദേഹം കറങ്ങി നടക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നമ്മൾ ആ കാറുമാണ് കണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് അറിയുന്നത് പൂന്തുറ ഭാഗത്ത് ഈ ബേലിൻ ദാസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പോലീസിന് വിവരം ലഭിക്കുന്നു. അതിന് സമീപ പ്രദേശത്തു നിന്നാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റിന് ശേഷം കസ്റ്റഡി എടുത്ത ശേഷം നേരെ തുമ്പ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ തുമ്പ സ്റ്റേഷനിൽ നിന്നാണ് വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് ബേലിൻ ദാസുമായി എത്തിയത്. അപ്പോൾ ഈ കാർ കടന്നു പോകവേ പോലീസ് സാഹസികമായാണ് കാർ വളഞ്ഞ് ബേലിൻ ദാസിനെ പിടികൂടിയ ശേഷം നടന്നു വരുന്ന വഴി നമ്മോട് പ്രതികരിക്കുകയും ചെയ്തതും കോടതിയിൽ കാര്യങ്ങൾ പറയാമെന്ന് പറയുന്നുള്ളൂ. കീഴടങ്ങിയതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കീഴടങ്ങിയതാണെങ്കിൽ ജാമ്യാപേക്ഷ നൽകേണ്ട ഒരു ഘട്ടം എത്തുന്നില്ല. അതുകൊണ്ട് കീഴടങ്ങിയതാണെന്ന് മനസ്സിലാക്കുന്നില്ല. പോലീസ് പിടികൂടിയത് തന്നെയാണ്. പോലീസ് ഇന്നത്തെ ദിവസം, അതായത് ഇന്ന് ഇത്തരത്തിൽ നഗരപ്രദേശങ്ങളിൽ കാറിൻ്റെ സാന്നിധ്യം, അതിൽ ബേലിൻ ദാസ് ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ വ്യക്തമായി എവിടെയാണ് എന്ന് അറിയാനുള്ള ശ്രമവും അന്വേഷണവും നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ പറയുന്ന തുമ്പ പ്രദേശത്ത് നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോഴെന്തായാലും അരമണിക്കൂറിലധികമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പിടികൂടിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാറ് വളഞ്ഞ് പോലീസ് സാഹസികമായാണ് പിടികൂടിയത്. തുമ്പ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് എത്തുന്നു. DCP ഉൾപ്പെടെയുള്ള സംഘം എന്തായാലും അരമണിക്കൂറിലധികമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം വൈദ്യപരിശോധനയും ഉണ്ടാകുമെന്നാണ്. ശരി, രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്.